ബ്രോ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെബറൈറ്റേഴ്സ് പറഞ്ഞു സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറല്ല സാധനം എടുത്ത് കാണിച്ചപ്പം ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ, ഇനി ഞാൻ ഇനി ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ, എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിക്കാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഞാൻ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട് ബ്രോ, എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും. ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് റോബിൻ രാധാകൃഷ്ണൻ BJPയിലുള്ളവരെല്ലാം വർഗീയവാദികളാണെന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ റോബിൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു AI ഓഡിയോ ക്ലിപ്പാണെന്ന് റോബിൻ രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ AI ഒക്കെ ഉണ്ടായത് ഭാഗ്യം. ഓക്കെ, ഇവിടെ എന്താണ് സത്യം, എന്താണ് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ റോബിൻ അങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങളെ തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ പറ്റിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു വിഭാഗം ജനങ്ങളെ റോബിൻ രാധാകൃഷ്ണൻ പറ്റിച്ചു. കാരണം ഈ കുണ്ട്ര എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നിയോജക മണ്ഡലത്തിലായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ നിന്നത്. സോ മേ ബി ജയിക്കില്ല, ജയിച്ചിരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റം ആളുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ചതിച്ചേനെ, വഞ്ചിച്ചേനെ, പറ്റിച്ചേനെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും റോബിൻ എന്തൊക്കെയോ ഹവാല ഇടപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഈ അനന്തു എന്ന് പറയുന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുള്ള പുള്ളി കുറെ കാര്യങ്ങളും തെളിവുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കള്ളപ്പണങ്ങളും കാര്യങ്ങളത്തിന്റെയൊക്കെ ഇടപാടുകളും കാര്യങ്ങളും എന്തൊക്കെയോ അഴിമതിയൊക്കെ നടത്തി. അത് മാത്രമല്ല കുറെ പേരെ ഇന്ന് വലിയ രീതിയിൽ ഫണ്ടൊക്കെ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് റോബിനുള്ളതെന്നൊക്കെ ഈ അനന്ത് വന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അനന്തിനെതിരെ റോബിൻ തിരിച്ചൊരു പറഞ്ഞ ഒരു വോയിസ് സന്ദേശം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. ബ്രോ ഇതെല്ലാം ഓക്കെ ബ്രോ, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. ഇപ്പൊ കൊടുക്കണം. ഒറ്റ തന്തയ്ക്ക്, അത്രേ ഉള്ളൂ. ഒറ്റ തന്തയ്ക്ക്, അവന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ കേസ് കൊടുക്കാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അബിൽ ദേവിന്റെ പേരിൽ അബിൽ ദേവിന് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മനസ്സിലായില്ലേ? അവനുള്ള ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് അവൻ എന്നെ അയച്ചു കൊടുത്തോ, മനസ്സിലായില്ലേ? എന്തായാലും ഞാൻ ഒരു പ്രസ് മീറ്റ് എന്തായാലും വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എന്റെ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട്. അപ്പം ഒറ്റ തന്ത അബിൽ ദേവിന് ഒറ്റ തന്ത ഉള്ളെങ്കിൽ ഒരു അബിൽ ദേവിന്റെ പേരിൽ പോയി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കണക്കിന് അയക്ക്. അബിൽ ദേവ് ജെന്യൂൻ ആണെങ്കിൽ, സത്യസന്ധനാണെങ്കിൽ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിത്ത് പ്രൂഫ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അബിൽ ദേവിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് അബിൽ ദേവിന് ഒറ്റ തന്തയുള്ളെങ്കിൽ കൊടുക്കാൻ പറയാം. ബാക്കി കാര്യം ഞാൻ നോക്കിയോളാം. ഇവന് എഗൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ട് ഇവൻ അവിടെ വന്നില്ല, മനസ്സിലായില്ലേ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല വിളിച്ചിട്ട്. ഇവൻ അന്ന് മറ്റേ റോയ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വന്നില്ല, മനസ്സിലായില്ലേ? ആ കേസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഇത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ അതിനാണ് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയത്, മനസ്സിലായില്ലേ? അടുത്ത് ഇനി അഡ്വക്കേറ്റ് ഉൾപ്പെടെ വന്നിരുന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ പോയി വിത്ത് ഓൾ എവിഡൻസ്, മനസ്സിലായില്ലേ? അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം. പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ, മനസ്സിലായില്ലേ? ഞാനത് പറയുന്നു ബ്രോ. അബിൽ ദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് റോബിൻ രാധാകൃഷ്ണൻ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നുള്ള ഒരു വാദമായിട്ട് നമ്മുടെ അനന്തു റോബിൻ അയച്ച മെസ്സേജിന് തിരിച്ച് റോബിൻ കൊടുത്ത മറുപടിയാണ് നമ്മളെ കേട്ടത്. ഓക്കെ, ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, കാരണം റോബിൻ ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ടെങ്കിൽ റോബിന്റെ ഭാഗത്ത് മേ ബി ചിലപ്പോൾ തെറ്റ് കാണാനുള്ള സാധ്യത നല്ല കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനന്തു എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ ഡ്രക്ക് എന്ന് പറയുന്ന ഒരുത്തുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്വയം കോടതിയാണ്, ഞാനാണ് കോടതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ. അവ ശരിക്കും പറഞ്ഞ ഒരു ആളുകളോടൊക്കെ വിളിച്ച് നമ്മൾ ഭിക്ഷ യാചിക്കുമല്ലോ നേരിട്ട് പോയി, അതുപോലെ തന്നെ യാചിച്ചുകൊണ്ടിരിക്കണം. ഓൺലൈനിൽ യാചിക്കുകയാണ് ശരിക്കും. 2000 താ, 1000 താ, 10000 താ, 15000 താ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് യാചിക്കുകയാണ്. സോ അവൻ യാചിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. അപ്പോൾ അതിനു മുന്നേ
നമ്മുടെ വേദലക്ഷ്മി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ലക്ഷ്മി. ഓക്കെ, വേദലക്ഷ്മി എന്നാണ് പേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ വേദലക്ഷ്മിയും ഇതിലൊരു പാർട്ടായിട്ടുണ്ട്. സോ വേദലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക്, വേദലക്ഷ്മി റോബിനെതിരെ തന്നെയാണ് കേട്ടോ, വേദലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ തുടങ്ങിയത് ഈ ഒരു സ്റ്റോറിയും അതിൻ്റെ പേരിലുള്ള എനിക്ക് വന്ന DMും മെസ്സേജസും വെച്ചാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ചൊറ മെസ്സേജസ്. ഇതെന്താണ്, നാളെ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും പാലാരിവട്ടം സ്റ്റേഷനിലെത്തണം. പരാതി കൊടുത്തിരിക്കുന്നത് റോബിൻ. എനിക്ക് റോബിനോട് പറയാനുള്ളത്, റോബിൻ എനിക്ക് നാളെ ജോലിയുണ്ട്. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുമല്ല, വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലോട്ട് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടും ഒക്കെ വർക്കുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അവരുടെ അടുത്ത് ധരിപ്പിക്കാനുള്ളവരോട് ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൗകര്യമുള്ള സമയത്ത് ഞാൻ അവിടെ വന്ന് എൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഉള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിൻ്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചോ, നീ ചെയ്തോ. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും. പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനയായി വന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് കണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്നത് നിനക്കാ. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിനി ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ച് കൊടുക്കും റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, അപ്പോൾ സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായിട്ട് അങ്ങോട്ട് പരക്കട്ടെ. ബൈ. ശരിക്കും ഈ വേദലക്ഷ്മി എന്തിനാണ് അനന്തുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് റോബിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അറിയാവുന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ റോബിൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കണ്ടേ, അതൊന്ന് കേട്ടു നോക്കാം. അനന്തുവിന്റെ കാര്യം, ഈ അനന്തു എന്ന് പറഞ്ഞ ഡ്രേക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ 2-3 ദിവസം, ഇവനെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ഓരോ അലിഗേഷൻ പോസ്കോ കേസിൽ പ്രതിയുണ്ട. ഇവന് ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് ഒരു 3-4 ദിവസം മുന്നെയാണ് ഇവൻ ഇവിടെ ബൊട്ടീക്കിലേക്ക് വരുന്നതും. ഞാനൊരു പ്രസ് മീറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, എന്താ പ്രശ്നം നോക്കുന്നു. അപ്പം ഞാൻ ഈ പ്രശ്നം കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് എഗൻസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവേണം, അങ്ങനെ വിടാൻ പറ്റും. എന്നിട്ട് ആ പെൺകുട്ടീനെ പറ്റിയും ഈ പറഞ്ഞ കപിൽദേവിനെ പറ്റി മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ പറയും കോസ്റ്റ്ലിയാണ്, ഓക്കെ, അല്ല ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ചിലവാകും. അപ്പം ഞാൻ പറയാം, എടാ എൻ്റെ ചിലവ് ചെയ്യാനൊന്നും കാശൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ അത്ര ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിയായിട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൻ എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ അബിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ നമ്പർ തരുമെന്ന്. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. നമ്പർ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കാണുന്ന അവർ രണ്ടിനും കൂടെ സെൽഫി ഇട്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നെ കംപ്ലീറ്റ്ലി എനിക്ക് എഗൻസ്റ്റാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന വീഡിയോ BJP പാർട്ടി എന്ന് വെച്ചാൽ BJP റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ ആക്ച്വലി ഈ ഫണ്ട് കൊടുക്കാനുള്ളത് തിരിച്ചു മേടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണോ? അത് ഞാൻ ഈ BJP പാർട്ടിയിൽ പോയതും ഈ കഴിഞ്ഞ ഇപ്പോൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം നിന്നു. ഈ അനന്തു എന്ന് പറയുന്നവൻ റോബിന് മെസ്സേജ് അയച്ചിട്ട്, ചേട്ടാ ഒരു 12,000-10,000 മറിക്കാനുണ്ടോ, അത്യാവശ്യമായിരുന്നു, അവസ്ഥ മോശമാണെന്ന് എനിക്ക് അറിയാം റോബിൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓഡിയൊക്കെ റോബിൻ ലീക്കാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും യുവമാർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഓക്കെ, അതായത് മറ്റുള്ളവരുടെ കുറ്റവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ ചൂഷണം ചെയ്തതുപോലെ വരുമാനം ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായാലും ശരിക്കും റോബിൻ രാധാകൃഷ്ണൻ, താങ്കൾ BJPയിലുള്ള ആളുകളെല്ലാം വർഗീയവാദികളാണ്, താനൊരു പക്ക ബിസിനസ്സുകാരനാണ്, താൻ ഇലക്ഷന് നിൽക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ് വേണം എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഒരു വലിയ തെറ്റാണ്. ഒരു തനിക്ക് വേണ്ടി ഇവിടെ കുണ്ട്രയിൽ വന്ന് നിന്നിട്ട് രാവും പകലും ഇല്ലാതെ വോട്ട് പിടിക്കാനൊക്കെ നടന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. സോ അവരെയൊക്കെ താങ്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ ഉറപ്പിച്ച് പറയാം. ഓക്കെ, താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നെങ്കിൽ ലീവിറ്റ്, അത് വിട്ടേക്ക്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ താങ്കൾ കാണിച്ചത് ഒരു വഞ്ചനാക്കുറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു കൂട്ടം ജനങ്ങളെ പറ്റിക്കുന്നു. മേ ബി ഇവിടെ കാണുന്ന നിന്ന് ജയിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ പറയുകയും വേണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ, ഇവർ തമ്മിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ഒരു വീഡിയോ ഇടുന്നു, പകരം വേദലക്ഷ്മി ഒരു വീഡിയോ ഇടുന്നു, അനന്തു ഒരു വീഡിയോ ഇടുന്നു,
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മത്സരിച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ തകർക്കാനുള്ള ശ്രമമാണോ ഇത് ശരിക്കും പറഞ്ഞാൽ? എനിക്കറിയാൻ പാടില്ല സത്യം ഏതാണ് തെറ്റേതാണെന്ന് എനിക്കറിയാൻ പാടില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എനിക്ക് വേണ്ടത്. സോ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ. അതുവരെയും ബൈ.